ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ മെഹന്തി എന്നൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാനൊരു മെഹന്തി ആർട്ടിസ്റ്റ് അല്ല, അതുകൊണ്ട് അതിൻ്റേതായ പെർഫെക്ഷൻ കുറവൊക്കെ ഉണ്ടാവും. സോ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ഇന്നൊരു കുഞ്ഞു സ്റ്റോറി പറയാം. കുഞ്ഞു സ്റ്റോറി എന്ന് വെച്ചാൽ, ഞാനിപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഇങ്ങനെ ഫേമസ് ആയ യൂട്യൂബേഴ്സ് ഉണ്ടാവില്ലേ, അതായത് ഇപ്പം കുറേ സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും ഉള്ള യൂട്യൂബേഴ്സ്. അപ്പോൾ അങ്ങനെ ഒരു യൂട്യൂബറെ ഒരു ഇതിൽ കണ്ട് ഒരു 1 മില്യൺ 5 മില്യൺ ആയിട്ട് ഭയങ്കര പുളകിതന്മാരാകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അന്നേരം വിചാരിച്ച് അതിനോല് ഇങ്ങനെ ഇതാവുന്നു, ഓൾക്ക് ഓൾറെഡി ഫോളോവേഴ്സ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ, ഇപ്പം 100K ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ 1 മില്യൺ ആയാലും എന്തിനാ ഇങ്ങനെ പുളകിതന്മാരാണ് ഇങ്ങനെ സന്തോഷിക്കുന്നതെന്ന് ഞാൻ വിചാരിച്ചേ. അപ്പോൾ കുറച്ച് ദിവസം അത് അങ്ങനെ വിചാരിച്ചിട്ട് വിട്ടു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ചാനലെല്ലാം തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ കുറേ വീഡിയോസ് ഇട്ട് ഒരു സബ്സ്ക്രൈബർ മാത്രമേ എൻ്റെ ചാനലുള്ളൂ. അത് ഞാൻ തന്നെയാണ്, എൻ്റെ ഒരു സെക്കൻഡ് അക്കൗണ്ട് ഉണ്ടായിരുന്നു യൂട്യൂബിൽ. അപ്പോൾ അതിൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തതാണ്. ഞാൻ വേറെ എൻ്റെ വീട്ടിലുള്ളവർക്കുള്ള ഉമ്മാൻ്റെന്നോ ഉപ്പാൻ്റെന്നോ അങ്ങനെ ആരെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ മാത്രമേ ചെയ്യാൻ ഉള്ളതിൽ ഞാൻ ചെയ്തതാണ്. എന്നിട്ട് ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഒരു വീഡിയോ, അങ്ങനെ കുറേ വീഡിയോ ഇട്ടാൽ ഒരു വീഡിയോയിൽ 2 കമൻറ്റ്സ് വന്നു. 2 ചേച്ചിയാണ് 2 കമൻറ്റ്സ് വന്നു. നൈസ്, ഒരു ഫുഡിൻ്റെ വീഡിയോ, ഫുഡ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. നൈസ് എന്നല്ല പറഞ്ഞിട്ട് കമൻറ്റ് വന്നു. അപ്പോൾ ഞാൻ ഭയങ്കര പുളകിത്, ഞാനും പുളകിത് തന്നെ, ഞാൻ വേറെ ലോകത്തായിപ്പോയി. സംഭവം എന്ന് വെച്ചാൽ ഒരു ചേച്ചി പറഞ്ഞാൽ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ടീച്ചർ സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ റിപ്ലൈ ആയിട്ട് ചാനൽ ഏതാണെന്ന് ചോദിച്ചിന്. അപ്പോൾ ചേച്ചി അത് കണ്ടിട്ടില്ല. ആ ചേച്ചി ഈ വീഡിയോ കാണുന്നുണ്ട്, ചാനലൊന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ടീച്ചർ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാൻ പിന്നെ വെറുതെ എൻ്റെ ചാനലൊന്ന് റീഫ്രഷ് ചെയ്ത് നോക്കുമ്പോൾ 3 സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്ന് കൂടി. ഞാനെന്ന് പറയുന്നത് 10 ലക്ഷത്തിൻ്റെ ലോട്ടറി ആയിട്ട് അടിച്ച പോലെ എനിക്ക് സന്തോഷം. അപ്പം ഞാൻ മനസ്സിലാക്കിയത്, ഒരു സബ്സ്ക്രൈബർ ഉള്ളതിൽ 2 സബ്സ്ക്രൈബർ ആയാലും 100 സബ്സ്ക്രൈബർ ഉള്ളതിൽ 101 സബ്സ്ക്രൈബർ ആയാലും സെയിം ഫീലിങ്സ് ആണ്. ഇപ്പോൾ എനിക്കെന്തോ ഇതിവിടെ പറയണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഞാനന്ന് വിചാരിച്ച തെറ്റായിരുന്നു, ഇപ്പോൾ മനസ്സിലായി. അപ്പോൾ നിങ്ങൾക്ക് ഈ മെഹന്തി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്, കമൻറ്റ് എല്ലാം ചെയ്യുക, സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി ഫസ്റ്റ് ഞാൻ പേപ്പറിൽ വായിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു, സക്സസ് ആവുമോ അങ്ങനെ വെച്ചിട്ടാണ് ഗെയിമിൽ വെച്ചത്. എനിക്ക് തോന്നുന്നു പേപ്പറിലാണ് കുറച്ചും കൂടി രസം തോന്നുന്നില്ലേ. എന്തായാലും അപ്പോൾ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇത് നല്ല ഫ്ലോപ്പായി തോന്നില്ലേ. ഞാനിതിന് മുമ്പ് ഒരു ട്രാൻസാക്ഷൻ എടുത്തതിൻ്റെ ഒരു സ്റ്റെയിൻ എൻ്റെ കയ്യിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ കയ്യിൽ അങ്ങനെ വെക്കുന്നത്. ഇത് പിന്നെ ഞാൻ സ്റ്റെയിൻ വരാനും കാത്തിട്ടില്ല, എൻ്റെ ഓരോ ഓണപ്പൂക്കളിട്ട പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടാവില്ലേ. പക്ഷേങ്കിൽ ഓക്കെ ഞാൻ ആർട്ടിസ്റ്റ് അല്ലല്ലോ, അതുകൊണ്ട് പിന്നെ നമുക്ക് അത്ര കഴിവല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണമല്ലോ. തൃപ്തനാണ് ഞാൻ, ഹൃദാപ്തനാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയും. പിന്നെ നിങ്ങളോരോ സബ്സ്ക്രൈബേഴ്സും കയറി വിലപ്പെട്ടതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഓക്കെ, ബൈ.